ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. ഐ ആം കാവ്യ. കേട്ടിട്ട് പഠിച്ചു തുടങ്ങിയോ? കേട്ടിട്ടിൻ്റെ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ സമീപിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുഴപ്പിക്കാറുണ്ടോ? എങ്കിൽ നമുക്ക് ഇന്ന് കുറച്ച് എക്കണോമിക്സ് ഏരിയയിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ? നോക്കാല്ലേ? എല്ലാവരും റെഡിയാണോ? ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കിക്കളയാം. Which one of the following is a stock variable? Option A wealth, Option B income, Option C water in a reservoir, Option D national income. അപ്പോൾ നമുക്കറിയാം ബേസിക്കലി രണ്ട് തരത്തിലാണ് വേരിയബിൾസ് ഉള്ളത്. ഒന്നെന്താണ്, നമുക്ക് സ്റ്റോക്ക് വേരിയബിൾ ഉണ്ട്. രണ്ടാമത്തേത് ഏതാണ്, നമുക്ക് ഫ്ലോ വേരിയബിൾ ഉണ്ട് അല്ലേ. സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. ഫ്ലോ വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓവർ എ പീരീഡ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ഫ്ലോ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താ, ഏതാണ് സ്റ്റോക്ക് വേരിയബിൾ എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. കൺഫ്യൂഷൻ ഇല്ല, ഏതാണ്? ഓപ്ഷൻ എയും സിയുമാണ്. എയും സിയു ആണ് വരുന്നത് അല്ലേ. വെൽത്ത്, എൻ്റെ കയ്യിൽ ഇത്ര വെൽത്ത് ഉണ്ട്, അത് ഈ പോയിന്റ് ഓഫ് ടൈമിലാണ് അല്ലേ, അല്ലെങ്കിൽ ഈ സമയത്താണ് ഇത്ര വെൽത്ത് എന്ന് നമുക്ക് പറയാം അല്ലേ. ഇൻകം എന്ന് പറയുമ്പോൾ അത് മാറി മറിയാം, പലതരത്തിലുള്ള. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു, അപ്പോൾ എന്താ, പെട്ടെന്ന് നമുക്ക് എക്സ്പെൻഡിച്ചർ നടത്തേണ്ടി വരും, അപ്പോൾ നമ്മൾ ഇൻകം കുറയാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറി അടിച്ചു, വിൻഫോൾ പ്രോഫിറ്റ് അല്ലേ, അപ്പോൾ നമുക്ക് എന്താ, ഇൻകം കൂടാനുള്ള സാധ്യതയുണ്ട് അല്ലേ. വാട്ടറിൻ്റെ റിസർവോയർ, വാട്ടറിൻ്റെ റിസർവോയർ എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആണ് അല്ലേ, നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞേക്കാം എന്നിപ്പോൾ ഒരു മൈൻഡിൽ കൺഫ്യൂഷൻ വന്നില്ലേ, അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വാട്ടർ ഇൻ എ റിസർവോയർ ഫിക്സഡ് അല്ലേ, അതാണ് അവിടെ ചോദിച്ചത്. നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഓരോ സെക്കൻഡിലും എന്ത് സംഭവിക്കുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് എ ആൻഡ് സി ആണ്. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, വിച്ച് വൺ ഓഫ് ദം ആർ ട്രൂ അബൌട്ട് ഓപ്പൺ എക്കോണമി. നമുക്കറിയാം രണ്ട് തരത്തിലാണ് എക്കോണമീനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? നമുക്ക് എക്കണോമീനെ ഓപ്പൺ എക്കോണമി എന്നും അതുപോലെ തന്നെ ക്ലോസ്ഡ് എക്കോണമി എന്നും പറഞ്ഞ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലേ. എന്താ ഓപ്പൺ എക്കോണമി? മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് എന്താണ്, നമുക്കൊരു ട്രേഡ് റിലേഷൻ ഓർഗനൈസ് ചെയ്യാനായി സാധിക്കുന്നുണ്ടെങ്കിൽ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഓപ്പൺ എക്കോണമി എന്നാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു റെഗുലേഷൻസ് ഇല്ല, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഇല്ല, വളരെ ക്ലോസ്ഡ് ആയി, ഞങ്ങൾ ആരുമായിട്ടും ട്രേഡ് റിലേഷൻ ഒന്നും താല്പര്യമില്ല, ഞങ്ങളെ കൺട്രി പറഞ്ഞാൽ അതൊരു ഐസൊലേറ്റഡ് ആണ്, അങ്ങനെ ഒരു കൺട്രി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെയാണ് നമ്മൾ ബേസിക്കലി ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നേരെ വായിക്കുക, ട്രൂ ആണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. ചിലപ്പോൾ ഫോൾസ് തരും, അപ്പം നമ്മൾ ആ ട്രൂ ആണ്, ട്രൂ മാർക്ക് ചെയ്ത് വെക്കും അല്ലേ. അപ്പോൾ എന്താണ് നമുക്കിവിടെ വരിക നോക്കാം. ഓപ്ഷൻ എ ബി സി ആണ് വരുന്നത്. എന്താണ് ഓപ്ഷൻ എ ബി സി? എക്കണോമി ഇൻക്ലൂഡ് എക്സ്പോർട്ട് ഇമ്പോർട്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നു അല്ലേ, ഓപ്പൺ എക്കോണമി എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും, എക്സ്പോർട്ടും ഉണ്ടാവും ഇമ്പോർട്ടും ഉണ്ടായിരിക്കും. ഇനി അതിനൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. എന്തായി സി? സി എന്ന് പറഞ്ഞാൽ കൺസംഷൻ. ഒന്ന് ശ്രദ്ധിച്ചേ, സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. എന്താണ് സി? സി എന്ന് പറഞ്ഞാൽ കൺസംഷൻ, ഐ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ്, ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റ് എന്തിനാ നിലനിൽക്കണേ? ജനങ്ങൾക്ക് വെൽഫെയർ കൊടുക്കാനാ അല്ലേ. അതെ. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ട്. എന്താണ്? എക്സ്പോർട്ട്. എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇമ്പോർട്ട്. അടുത്ത നോക്കിക്കേ, ഓൺലി 3 സെക്ടേഴ്സ് ഇൻ ദ എക്കോണമി. 3 സെക്ടേഴ്സ് മാത്രമാണോ ഉള്ളത്? ഒരു 4 സെക്ടർ എക്കോണമി ഉണ്ട് അല്ലേ. നമ്മൾ സർക്കുലർ ഫ്ലോ പഠിച്ചിട്ടില്ലേ? 2 സെക്ടർ, 3 സെക്ടർ, 4 സെക്ടർ എക്കോണമി. ഇന്റർനാഷണൽ ട്രേഡ്, അല്ലെങ്കിൽ എന്താണ്, പുറമേ ഉള്ള രാജ്യങ്ങളുമായിട്ട് എക്സ്റ്റേണൽ സെക്ടറുമായ റിലേഷൻ, അതല്ലേ 4. അപ്പം എന്താ 3 മാത്രമാണോ ഉള്ളത്? അല്ല. അപ്പം ഇത് തെറ്റാണ്. നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? എയും ബിയും സിയും. ഇനി എങ്ങനെ ഇതിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞു തരാം. എയും ബിയും കറക്റ്റാണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബി കൺഫ്യൂഷൻ ആണെന്ന് വെക്കുക. എയും സിയും എന്തായാലും കറക്റ്റാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് വരുമ്പോൾ എന്തായാലും ട്രേഡ് റിലേഷനും ഉണ്ടാവും. എയും സിയും കറക്റ്റാണ്. എയും സിയും വരുന്ന ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്താം. അടുത്തതിന് നമുക്ക് നോക്കേണ്ടത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് അബൌട്ട് നീതി ആയോഗ് എന്നാണ് നോക്കേണ്ടത്. നീതി ആയോഗ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫോംഡ് ഓൺ 4th November 2014. 4th November 2014 നീതി ആയോഗ് വന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ നീതി ആയോഗ് കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആണെന്ന് പറയുന്നത്. എന്താ പറയുന്നത്? നീതി ആയോഗ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ മിനിസ്ട്രിയുടെ കീഴിലാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുപോലെ
അതുപോലെ തന്നെ പിന്നീട് എന്താ അവിടെ പറഞ്ഞേ, ഫസ്റ്റ് വൈസ് ചെയർമാൻ ഇസ് ഡോക്ടർ രാജീവ് കുമാർ എന്ന് പറയുന്നു. നീതി ആയോഗ് ഇസ് എ പോളിസി ടാങ്ക് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ എന്താണ് റൈറ്റ് ആൻസർ നോക്കാം, ഓപ്ഷൻ ഡി ആണ്. നമ്മളോട് എന്താ ചോദിച്ചേ, കറക്റ്റ് ആണ് വരുന്നത് അല്ലേ. നീതി ആയോഗ് എന്ന് പറയുന്നത് 4th November 2014 അതുപോലെ തന്നെ നീതി ആയോഗ് കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, ഒരിക്കലും അല്ല. അടുത്തത് എന്താണ് വരുന്നത്, ഫസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ രാജീവ് കുമാറിനോ. ഇത് പക്ഷേ എന്താണ്, ഒരു ടിക് ടാക് ബോഡിയാണ് അല്ലേ. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ശരിക്കും പോസ്റ്റുലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള, വളരെ റാപ്പിഡ് ആയിട്ടുള്ള, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള, വളരെ കൺവേർജിങ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു പെർട്ടിക്കുലർ ബോഡിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അതുവരെയും ഉണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷന്റെ എല്ലാ സിറ്റുവേഷൻസിനെയും ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ള, അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു ബോഡിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ ഈസ് പ്രോഗ്രസീവ്, പ്രപ്പോർഷണൽ, റിഗ്രസീവ്, ഡിഗ്രസീവ്. ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് പല രീതിയിലാവാം അല്ലേ. എന്താ പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഇൻകം വർദ്ധിക്കുന്നു, അതിനോടൊപ്പം എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ടാക്സും വർദ്ധിക്കുകയാണെങ്കിൽ അതിനെ ജനറലി നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എൻ്റെ ഇൻകത്തിനനുസരിച്ച് എത്രയാണോ എൻ്റെ ഇൻകം അതിനനുസരിച്ച് തന്നെ എൻ്റെ ടാക്സ് സ്ട്രക്ചർ വരികയാണെന്ന് വിചാരിക്കുക. അതെന്താണ്, അത് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ടാക്സ് സ്ട്രക്ചർ ആണ് ബേസിക്കലി വരുന്നത്. ഇനി റിഗ്രസീവ് ആണെങ്കിൽ ബേസിക്കലി എന്താ വരുന്നത്, അവിടെയും ഒരു ഈക്വൽ സ്ട്രക്ചറാണ് വരുന്നത്. അതായത് പുവർ ആയിക്കൊള്ളട്ടെ റിച്ച് ആയിക്കൊള്ളട്ടെ എന്താ, ഒരേ ബേസ് ആണ് നമ്മൾ അവിടെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഇനി ഡിഗ്രസീവ് ടാക്സ് ഉണ്ട്. ഡിഗ്രസീവ് ആണ് ഏറ്റവും മോശമായിട്ടുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിച്ചർ സെക്ഷന് ടാക്സ് കുറവും പുവറർ സെക്ഷന് കൂടുതലായിട്ടും അത് ഫേസ് ചെയ്യേണ്ടി വരുന്ന, ആ ഒരു ഇമ്പാക്റ്റ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ലെവലിനെയാണ് ഡിഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇൻകം ടാക്സ് പ്രോഗ്രസീവ് ആണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ്സ് എല്ലാം നല്ലപോലെ പഠിച്ചു വെച്ചേക്കണം. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതലായിട്ടും എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടി വരും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഇസ് ദ ഓൺലി 5-year പ്ലാൻ വിത്ത് ഇൻകംപ്ലീറ്റ് ടെന്യുവർ. അതായത് നമുക്ക് ഓരോ വർഷങ്ങളുണ്ടല്ലോ അല്ലേ, ഇത്ര മുതൽ ഇത്ര വരെ എന്നൊക്കെ പറഞ്ഞ് ഒരു വർഷങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ പൂർത്തീകരിക്കാൻ കഴിയാത്ത 5-year പ്ലാൻ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 6th 5-year പ്ലാൻ, ഓപ്ഷൻ ബി 5th 5-year പ്ലാൻ, ഓപ്ഷൻ സി 8th 5-year പ്ലാൻ, ഓപ്ഷൻ ഡി 10th 5-year പ്ലാൻ. അപ്പം നമുക്കിവിടെ ഓരോ 5-year പ്ലാനിനെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ 5th 5-year പ്ലാനിലേക്ക് പോവുകയാണെങ്കിൽ 1974-78 വരുന്നത്. അവരുടെ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ, എംപ്ലോയ്മെന്റ്, പോവർട്ടി അലിവേഷന്, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നത്. കാരണം നമുക്കിത് പഠിച്ചു വെക്കണം, ഇതിൽ നിന്നും എന്ത് ചോദിക്കാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ 5th 5-year പ്ലാനിലാണ് എന്ത് വന്നിരിക്കുന്നത്, ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന സ്കീം അല്ലെങ്കിൽ പോളിസീസ് എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് 8th 5-year പ്ലാൻ ആണ്. 8th 5-year പ്ലാൻ എന്ന് പറയുന്നത് ബേസിക്കലി റാവു മൻമോഹൻ മോഡൽ എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്, അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയാറുണ്ട്. റാവു മൻമോഹൻ പ്ലാൻ എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്. ഇവിടുത്തെ ഔട്ട്ലേ എന്ന് പറയുന്നത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. 798,100 crore ആണ് വരുന്നത്. ഇവർ ടാർഗറ്റ് ചെയ്ത, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് പറയുന്നത്, ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് 5.6% ആയിരുന്നു. എന്നാൽ ഇവർ അച്ചീവ് ചെയ്തത് എന്ന് പറയുന്നത് 6.7% ആയിരുന്നു. കുറച്ച് ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അക്സെപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ഗെയിൻ ചെയ്യാൻ സാധിച്ചത് 8th 5-year പ്ലാനിലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 8.3% ആയിരുന്നു നമ്മുടെ 8th 5-year പ്ലാനിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് 10th 5-year പ്ലാൻ ആണ്. 10th 5-year പ്ലാൻ എന്ന് പറയുന്നത് 2002 മുതൽ 2007 വരെയാണ് 10th 5-year പ്ലാനിൻ്റെ പോസ്റ്റുലേഷൻ എന്ന് പറയുന്നത്. ഇവരുടെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് ബേസിക്കലി 8% ആയിരുന്നു. പോവർട്ടി എന്ന് പറയുന്നത്, അവരുടെ പോവർട്ടി റേഷ്യോ എന്ന് പറയുന്നത് 5% ആയിരുന്നു ഉണ്ടായിരുന്നത്. ടാർഗറ്റഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് 8.1% ആയിരുന്നു. എന്നാൽ അച്ചീവ് ചെയ്ത ഗ്രോത്ത് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 7.7% ആയിരുന്നു. അതായത് ഇവരുടെ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഇക്വാലിറ്റി എലിമെന്റ് അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റി കൺസിഡറേഷൻസ് എന്ന് പറയുന്നത് റിമൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ബേസിക് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. നമ്മൾ 8th 5-year പ്ലാനിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1990 to 97
ആയിരുന്നു. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനാണ് കൂടുതലായും അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. 6th 5-year പ്ലാൻ എന്ന് പറയുന്നത് 80 to 85 ആണ് വരുന്നത്. അവർ ബേസിക്കലി പോവർട്ടി, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, ഇതിനൊക്കെയാണ് ലക്ഷ്യം കൊടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക്കലി ചോദിച്ചിരിക്കുന്നത് ആ ഒരു പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടെർമിനേറ്റഡ് ആയിട്ടുള്ള പ്ലാൻ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. 5th 5-year പ്ലാൻ ആണ് ആ ഒരു പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടെർമിനേറ്റഡ് ആയത്. അടുത്ത ചോദ്യം നോക്കാം. ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി എം വിശ്വേശ്വരയ്യ, ഓപ്ഷൻ സി KC നിയോഗി, ഓപ്ഷൻ ഡി സുരേഷ് ഗോയൽ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഉത്തരം എം വിശ്വേശ്വരയ്യാണ്. നമുക്കറിയാം ഇന്ത്യൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷൻ, അതിനെയാണ് നീതി ആയോഗായിട്ട് റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നത്. പ്ലാനിംഗ് ബോഡി എന്ന് പറയുമ്പോൾ ഓരോ സെക്ടറിലും എങ്ങനെയാണ് പ്ലാനിംഗ് മെക്കാനിസം കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എത്രയാണ് ഡിവോട്ട് ചെയ്യേണ്ടത്, കോൺസെൻട്രേഷൻ എന്നുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ പ്ലാനിംഗ് അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ ജനറലി ഫോർമുലേറ്റ് ചെയ്തത്. അവർ അഗ്രികൾച്ചർ സെക്ടറിന് ഇത്ര ശതമാനം ഗ്രോത്ത്, ഇൻഡസ്ട്രിയൽ സെക്ടർക്ക് ഇത്ര ശതമാനം ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, കുറേ തരത്തിലുള്ള പോളിസീസ് ഒക്കെ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ദ അപ്പെക്സ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ IFCI, ഓപ്ഷൻ ബി IDBI, ഓപ്ഷൻ സി ICICI ആൻഡ് ഓപ്ഷൻ ഡി RBI ആണ് വരുന്നത്. IFCI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അടുത്തത് IDBI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. IDBI എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ICICI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബേസിക് ആയിട്ട്, അതായത് നമുക്കതൊരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. RBI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി അറിയാവുന്നതാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ബേസിക്കലി RBI എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇവിടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ്, എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം നെറ്റ്വർക്ക്ഡായി വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ച ചോദ്യം. ഓപ്ഷൻ ബി ആണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അല്ലേ, ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് ദാ ഇതിൽ നിന്നും നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് പറയാം, നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് നമ്മളുടെ ബി ആണ് വരുന്നത്. അടുത്ത ചോദ്യം ഇല്ല. അപ്പം എന്താണ്, നമ്മളിവിടെ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച്, ഈ ചോദ്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ലഭിച്ചു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കണ്ടില്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻട്രി എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്കിവിടെ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. എങ്ങനെ നമുക്ക് കേട്ടിട്ട് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാം എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ, എവിടെ നിൽക്കുന്നു നമ്മൾ, ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.